ഈ സംഭവം എന്തുവാന്ന് മനസ്സിലായോ? എൻ്റെ കയ്യിലിരിക്കുന്ന ഇതാണ് അബിയു ഫ്രൂട്ട്. ഒരുമാതിരിയുള്ള നമ്മുടെ ഇവിടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ദൂരോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമായിരിക്കും. അപ്പൊ ഇത് ഇടമണ്ണ് എൻ്റെ സ്ഥലത്ത് അവിടെ ഈ ചേച്ചിയുടെ അയ്യത്ത് ഇഷ്ടംപോലെ ഈ ചേച്ചി നട്ടതാ. അപ്പൊ ചേച്ചിക്ക് ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ചേച്ചി ഇതൊക്കെ ആവുമ്പോ എന്നെ വിളിക്കണം, ഞാൻ വരാന്ന്. സൂക്ഷം പോലെ ചെന്നതും പേരും മഴ. മഴയെന്ന് വെച്ചാല് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത മഴ. വൈകിട്ട് ആവാറായിരുന്നു, സന്ധ്യ ആവാറായിരുന്നു. കരിമ്പ് നിൽക്കുന്നുണ്ടോ? ഞാൻ അതിനകത്തുനിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ കരിമ്പെന്ന് വെച്ചാല് നമുക്ക് അത് വിളഞ്ഞ് നല്ല മുറ്റിയിരിക്കുന്നേ. അപ്പൊ ഞാനും ചേച്ചിയും കൂടെ ഇതിന്റെ അടുത്തോ ഇല്ല, മാവിന്റെ മരം പോലൊക്കെ ഉള്ള ഒരു ഇലയൊക്കെയാണ് ചേച്ചി ഇത് കവറൊക്കെ ഇട്ട് വെച്ചേക്കണ്ടോ. ഇതിന്റെ ഈ കൊമ്പിനോട് ശിഖരത്തോട് ചേർന്ന് ഇതിങ്ങനെ പഴുത്ത് നിൽക്കുന്നതേ. അപ്പൊ നല്ല മഴയായോണ്ട് ഈ ഇങ്ങനെ കണ്ടോ, വീഡിയോയ്ക്ക് അത്ര ഇതില്ലാത്ത നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ രണ്ടെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി അത് രണ്ടും പിച്ചി എടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ പറയുമായിരുന്നു അത്ര ടേസ്റ്റ് ഇല്ല എന്നൊക്കെ. പക്ഷെ ചുമ്മാതാ കേട്ടോ, ഭയങ്കര രുചിയാന്ന് വെച്ചാല് ഒരു വേറൊരു തരം ടേസ്റ്റ് ഉണ്ടോ. ചേച്ചി തന്നെ കൊണ്ടുവന്ന് മുറിച്ച് അത് ഈ ഫുള്ള് അതിനകത്ത് ഫ്രൂട്ടാ കേട്ടോ. തൊലിയായിട്ട് കളയാനും ചെത്തി കളയാനൊന്നുമില്ല, നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് കോരിയെടുക്കാം. ഞാൻ സർവ്വസന്നാഹങ്ങളുമായിട്ടാണ് പോയത്. ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്പൂൺ വെച്ചൊക്കെ എടുത്ത് കഴിക്കുന്നത്. ഇത് ഞാനും മക്കളും ഉണ്ടായിരുന്നു. അപ്പൊ മഴയായോണ്ട് മോൾ ഇറങ്ങി വന്നില്ല, മോൻ മാത്രമേ വന്നോളൂ. അധികം പിടിച്ച് നിപ്പോണ്ട്, ഇഷ്ടം പോലെ പച്ചയൊക്കെ ആയിട്ട് നിപ്പോണ്ട്. പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളായിരുന്നേ. കൂടാതെ ചേച്ചിയുടെ അവിടെ കൂണും അതും ഇതും ഒക്കെ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത് വിളയട്ടെ, ഇതൊക്കെ ആവുമ്പോ ഇനി വിളിക്കാന്ന് പറഞ്ഞേ. ഈ ചേച്ചി എന്ത് പറയുന്നത്, എനിക്ക് ചേച്ചി ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴേ ചേച്ചിയോട് ഭയങ്കര ഒരു അഭിമാനം തോന്നിയേ. ചുമ്മാ വീട്ടമ്മമാരെ എത്രയോ ജോലിയുണ്ട്, അതിന്റെ ഇടയ്ക്കൂടെ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിച്ചിട്ടില്ലാത്തവരോട് ഞാൻ പറയുക, ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലല്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.